അസാധാരണമായ വിനീതഭാവത്തോടെ കൊല്ലം രൂപതയെ നയിച്ച ഇടയ ശ്രേഷ്ഠനായിരുന്നു കാലം ചെയ്ത അഭിവന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവെന്ന് KCBC അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ. ഇടയ ശുശ്രൂഷയിലും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിലും ദൈവസമ്പാദനത്തിലും പിതാവ് നൽകിയ മഹോന്നതമായ മാതൃക ഗൗരവമായി ശ്രദ്ധയോടെ സ്വീകരിക്കണമെന്നും സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ച് നടന്ന ദിവ്യബലി മധ്യേ നൽകിയ വചന സന്ദേശത്തിൽ കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. കൊല്ലം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരാതനമായ കൊല്ലം രൂപതയിൽ ദൈവം ഏൽപ്പിച്ചുകൊടുത്ത ജനത്തെ ദൈവമക്കളാക്കി തീർക്കുന്നതിന് തന്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച ഇടയ ശ്രേഷ്ഠനാണ് അഭിവന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവ്. സൗമ്യതയുടെയും കരുതലിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും നിശബ്ദതയുടെയും ഒരു ആത്മീയത സമ്മാനിച്ച അഭിവന്യ പിതാവ് തന്റെ ദൈവജനത്തെ ഹൃദയത്തിലേറ്റിയാണ് ഇടയ ശുശ്രൂഷ ആരംഭിച്ചതെന്നും KCBC അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ വചന സന്ദേശത്തിൽ അനുസ്മരിച്ചു. അതേസമയം സൗമ്യതയാൽ തന്നെ അനേകം പ്രതിസന്ധികളെ പിതാവ് നേരിട്ടു. ഇതിൽ നിന്നെല്ലാം പിതാവ് നൽകുന്നത് വലിയൊരു ക്രിസ്തീയ സാക്ഷ്യമാണെന്നും കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ വ്യക്തമാക്കി. ദൈവമക്കളാക്കി തീർക്കുന്നതിന് സമ്പൂർണമായ ഒരു സമർപ്പണം കൊല്ലം രൂപതയ്ക്ക് വേണ്ടി നൽകിയ ഒരു മഹാ ഇടയന് നാം യാത്രാമൊഴി നൽകുകയാണ്. പ്രസംഗിച്ചാൽ വീണ്ടും ആശയങ്ങൾ അവശേഷിക്കുന്ന, എത്ര സംഘടിപ്പിച്ചാലും ഇനിയും സംഘടിപ്പിക്കുവാൻ ഏറെയുണ്ട് എന്ന ബോധ്യത്തിൽ നിൽക്കുന്ന, എത്ര സമാഹരിച്ചാലും ഒന്നുമായില്ല എന്ന് കരുതുന്ന ഒരു വർത്തമാനകാലത്തിൻ്റെ സംസ്കൃതിയിൽ നിശബ്ദനായി ഒരു മനുഷ്യൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതെല്ലാം അപ്രസക്തമാണ്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ നിർവഹിക്കേണ്ടുന്ന ശുശ്രൂഷയ്ക്ക് ഇതിനേക്കാൾ ആഴമുള്ള ഒരാത്മീയത ആവശ്യമുണ്ട്. സൗമ്യതയുടെയും കരുതലിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും നിശബ്ദതയുടെയും ഒരാത്മീയത അഭിവന്യനായ ജോസഫ് ഫെർണാണ്ടസ് തിരുമേനി നമുക്ക് സമ്മാനിച്ച് ഇടയ ശുശ്രൂഷയുടെ വ്യത്യസ്തമായ ഒരു ഭാഗധേയം നമ്മെ ഏൽപ്പിച്ച് അദ്ദേഹം മടങ്ങുകയാണ്. അസാധാരണമായ വിനീതഭാവത്തിൽ അദ്ദേഹം കൊല്ലം രൂപതയെ അതിൻ്റെ ഇടയനായി നയിച്ചു. കൊല്ലം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെട്ടോ, വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, നെയ്യാറ്റിൻകര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവർ ദിവ്യബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖമറിയിച്ച് ഭാരതത്തിന്റെ വത്തിക്കാൻ സ്ഥാനപതിയുടെയും CBCAയുടെയും അനുശോചന സന്ദേശം കൊല്ലം രൂപത ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ സ്റ്റാൻലി റോമൻ വായിച്ചു. With grief I came to know about the sad demise of Right Reverend Joseph Gabriel Fernandez, Bishop Emeritus of Coilon. സംസ്കാര ശുശ്രൂഷയ്ക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകൾക്കു ശേഷം അഭിവന്യ ജോസഫ് പിതാവിന്റെ ഭൗതിക ശരീരം എല്ലാവിധ അകമ്പടികളോടെ പ്രദക്ഷിണമായി ദേവാലയത്തിനു സമീപം പ്രത്യേകമൊരുക്കിയ കല്ലറയിൽ സംസ്കരിച്ചു.
മാവേലിക്കര ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ്, ആലപ്പുഴ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാമ്പറമ്പിൽ, പുനലൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെൽവസ്റ്റർ പൊന്നുമുത്തൻ, വിജയപുരം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിൽ, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ആർ ക്രിസ്തുദാസ്, കൊല്ലം രൂപത വികാരി ജനറൽ മോൺസിനോർ വിൻസെന്റ് മച്ചാടോ എന്നിവരും കൊല്ലം രൂപതയിലെ സകല വൈദികരും വിവിധ സന്യാസിനി സമൂഹങ്ങളും ആൽമായ പ്രതിനിധികളും രാഷ്ട്രീയ പ്രമുഖരും അഭിവന്യ പിതാവിന്റെ കുടുംബാംഗങ്ങൾ രൂപതാ വിശ്വാസികളും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. ഷിഗ്യാന ന്യൂസ്, കൊല്ലം.